അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അത് തന്നെ. ഈ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്സ്, ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബുക്ക് വായിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ, ഇത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം അതിന് തന്നെ എടുത്തായിരുന്നു. പക്ഷേ ബുക്ക് വായിക്കുന്ന പോലല്ല സിനിമയിലേക്ക് വരും. അപ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട്. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളും ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസും ബുക്കിൻ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് ആകുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, എന്നാൽ ബുക്കിലെ കുറേ കാര്യങ്ങൾ സിനിമയിലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ബുക്കിൽ വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ. പിന്നെ GR ഇന്ദുബാബു ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ജ്യോതിഷ് ചേട്ടൻ്റെയും. അപ്പോൾ എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം. സിനിമയാവുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം. എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. ഒരു കാര്യം പറയാനുണ്ട്, യെസ്, വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി. ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ 4-5 ചെറുപ്പക്കാരെന്നാണ് നോവലിൻ്റെ പേര്. ആ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു. ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ഇതിൽ മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ.